ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ റിയൽ മൈൻഡ് എന്താണ്, അവരെന്താണ് ആക്ച്വലി നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡയറക്റ്റ് തോട്ടാണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കറൻ്റ്ലി ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എത്രയും വേഗം എൻഡായിത്തീരണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലൂടെ ആ ഒരു വ്യക്തി പോവുക എന്ന് പറയുമ്പോൾ അവരിപ്പോൾ അനുഭവിക്കുന്നത് അത്ര നല്ല സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അവരൊരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സിറ്റുവേഷൻ എൻഡായിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ റീഡിങ്സിൽ കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു എനർജിയാണ് ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ട് കാണാറുള്ളത്. മിക്ക റീഡിങ്സിനകത്ത് നിങ്ങളുടെ എനർജിക്ക് ഭയങ്കരമായിട്ടൊരു പെയിനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു സ്ട്രഗിളിങ്ങിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരത്രയും ആപ്റ്റായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയല്ല പോകുന്നത്. ആ ഒരു സിറ്റുവേഷൻ എത്രയും വേഗം മാറി ഒരു അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഇവർ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കൂടിയും അതിനൊക്കെ ഉപരിയായിട്ട് ഇവർക്ക് ഒരുപാട് ഗോസിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പരിഹാസം ഏറ്റുവാങ്ങേണ്ടുന്ന രീതിയിലുള്ള ഇൻസിഡൻസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായേക്കാം. അതായത് ചിലപ്പോൾ സൊസൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, ഭയങ്കരമായിട്ടുള്ള എതിർപ്പുകൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അതിപ്പോൾ ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട് എതിർപ്പിനെ അതിജീവിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും മുന്നോട്ട് പോയിരുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെ പോയിരുന്നതിന് ശേഷം ഇപ്പോൾ നിങ്ങളൊരു നോ കോൺടാക്റ്റിലേക്കാണ്, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വിട്ടു നിൽക്കുന്ന എനർജി ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് പോകാതിരിക്കാനായിട്ട് മാക്സിമം അവരെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും സഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് പോകാൻ ഒരിക്കലും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മോൺ ചെയ്യണമോ എന്നൊന്നും കരുതിയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അവരവരുടെ മാക്സിമം കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആ ഒരു പേഴ്സൺ ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പടിക്ക് കൂടി അവരായിരിക്കും ഇതിനകത്ത് കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത്രയും ഈ ഒരു ബന്ധത്തിനെ ഫേവർ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഈ ഒരു ബന്ധത്തിലില്ല. ഇതൊന്നില്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. രണ്ടു പേർക്കും ഒന്നിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അവർക്കോ കൂടുതലായിട്ട് അറിയാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരിക്കും മിക്കവർക്കും ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇപ്പോൾ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് യാതൊരു കോൺടാക്റ്റിലോ കാര്യങ്ങളിലേക്കോ വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സണെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജിയിലുള്ള ആ രണ്ട് വ്യക്തികളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഡെത്ത് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും
ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അതുകൊണ്ട് മാത്രം രണ്ട് ഭാഗത്തേക്ക് പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അല്ലാതെ നിങ്ങളുടെ ഒരു ഫോൾട്ടോ അവരുടെ ഒരു ഫോൾട്ടോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ രണ്ടുപേരും അത്രയും ഡീപ്പാണ്. പക്ഷേ നിർബന്ധപൂർവമായിട്ട് ആ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോവേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ അത്രയും അവർ പിടിച്ചു നിന്ന് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ കൈവിട്ടു പോകുന്നൊരവസ്ഥ വന്നപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് മാറിപ്പോവേണ്ടതായിട്ട് വന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളും കറൻ്റ്ലി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ആ ഒരു പേഷ്യൻസോടുകൂടി നിൽക്കുകയാണ്. ചിലപ്പോൾ പലപ്പോഴും മനസ്സ് കൈവിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഇത്രയും ഒരു ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 18 അടവും പയറ്റി എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം അത് ഫ്ലോപ്പായിപ്പോയി. കാരണം ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടി അത്രയും ശക്തമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതിയോ കേസോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൊക്കെ ഇടപെടേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സാഹചര്യം ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അവരുടെ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ സത്യം പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എല്ലാവർക്കും നമ്മുടെ പാർട്ട്ണറിനെ പിരിഞ്ഞിരിക്കുമ്പോൾ വിഷമം ഉണ്ടാവും. പക്ഷേ രണ്ടുപേർക്കും സ്നേഹമുണ്ട്, രണ്ടുപേർക്കും പിരിയാൻ താല്പര്യമില്ല. പക്ഷേ മൂന്നാമതൊരാൾ ഇടപെട്ട് അല്ലെങ്കിൽ മൂന്നാമതൊരു കൂട്ടം ആൾക്കാർ ഇടപെട്ട് അത് വേർപെടുത്തി കളയാന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ ചീറ്റ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ചെയ്ത ചതിയോർത്തെങ്കിലും നമുക്ക് അവരെ വെറുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത്രയും വലിയ ദുഷ്ടത്തരം എന്നോട് ചെയ്തല്ലോ എന്നുള്ളൊരു തോട്ടിലെങ്കിലും നമുക്ക് പിന്നെയും ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിയും. പക്ഷേ ഈ ഒരു തരത്തിൽ രണ്ടുപേർക്കും സ്നേഹമുണ്ട്, പക്ഷേ മറ്റാൾക്കാർ കാരണം നമുക്ക് മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഹുക്കിംഗ് പെയിൻ എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും കഠിനമായിട്ടുള്ളൊരു പെയിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പോലും അവരൊരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അത്രയും ബോണ്ടിങ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും ചിലപ്പോൾ അത് അറിയാൻ സാധിച്ചേക്കാം. ആ ഒരു പേഴ്സൺ ഈ ടൈമിൽ വിഷമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരൊരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നൽസൊക്കെ നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ മനസ്സിലാക്കി തരുന്നുണ്ടാവാം ആ ഒരു പേഴ്സൺ റെക്കറിംഗ് ആയിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ ഓർക്കുകയും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യൻസോടുകൂടി ഇരിക്കുകയാണ്. ഇതൊരിക്കലും ഞങ്ങളെ ആർക്കും പിരിച്ചു കളയാൻ സാധിക്കില്ല, എന്നെങ്കിലും വീണ്ടും ഞങ്ങളുടെ ഒരു റീകൺസിലേഷൻ ഉണ്ടാവും എന്നുള്ളൊരു എന്താ പറയുക, അത്രയും ശുഭാപ്തി വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എടുത്തുചാട്ടം കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ദോഷം സംഭവിച്ചേക്കാവുന്ന എന്തെങ്കിലും ഒരു പെരുമാറ്റം ചിലപ്പോൾ ഇതിനകത്ത് കണ്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങളായിട്ട് ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും അന്ധമായിട്ട് വിശ്വസിച്ചത് കൊണ്ട് വേറെ ഏതെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു മിസ്റ്ററീസോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റാരോടെങ്കിലും റിവീൽ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള നിങ്ങളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ വേണമെന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കില്ല, നിങ്ങളുടെ ഒരു എടുത്തിയാട്ടം കൊണ്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ സ്വതവേ ഓർക്കാതെ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എത്താനായിട്ട് ഒരു റീസണാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് തന്നെയാണ്, പക്ഷേ എങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി അതൊന്നും കൂടി ഒരു എതിർപ്പ് കൂട്ടുന്ന തരത്തിലുള്ള പെരുമാറ്റമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്ക് മാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അറിയാവുന്ന എന്തെങ്കിലും രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അത് നിങ്ങളറിയാതെ തേർഡ് പാർട്ടിയോടോ അല്ലെങ്കിൽ അവർ ഫേവർ ആയിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തികളോടോ അല്ലെങ്കിൽ അവരറിയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾ മുഖാന്തരം ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡിനകത്തും അങ്ങനെയുള്ളൊരു ചിന്തയുണ്ട്. അതായത് ഇതിനകത്ത് ഇത്രയും ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്നതിനായിട്ട് നിങ്ങളും കൂടി ഒരു റീസൺ ആയല്ലോ എന്നുള്ളൊരു തരത്തിൽ. അതായത് അവർ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തന്നെ നിൽക്കുമായിരുന്നു. അവരെ കൊണ്ട് പറ്റുന്ന അത്രയും അവർ ട്രൈ ചെയ്ത് നിന്നിട്ട് കൂടിയും ചിലപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പെരുമാറ്റം കൊണ്ടായിരിക്കാം പൂർണ്ണമായിട്ടും ഇത് വിട്ടുകളയേണ്ടെന്ന് അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടെന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സംഭവം കൂടി അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് പോലും നാളുകളായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കൂടിയും മറുവശത്ത് ആ ഒരു പേഴ്സൺ ഇതിനകത്ത് വെയിറ്റിങ്ങിലാണ്.
അല്ലെങ്കിൽ അവരിപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഓണാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളും റീഡിങ്സ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ഔൺ ചെയ്ത് പോകാനായിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ പ്രവർത്തികളും ഇതിനകത്ത് ഇടയായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കും അറിയാമായിരിക്കാം. മേ ബി ചിലപ്പോൾ അതിൻ്റെ ഒരു നിരാശ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഉള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരൊരു മാസ്ക് ഇട്ടാണ് നിൽക്കുന്നത്. അതായത് അവരുടെ ഒരു റിയൽ ഫേസ് അവർ കാണിക്കുന്നില്ല. അപ്പോൾ നേരത്തെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിന് മുൻപ് അവർ വളരെയധികം എതിർത്ത് നിന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ ഫൈറ്റിംഗ് മോഡിൽ നിന്നതായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. അവിടെ മാക്സിമം ഒരു മാസ്ക് ഇട്ട പോലെയുള്ള ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ഒരു ജെന്യുവിൻ ഫീലിംഗ് അവർ ആരെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ മാസ്ക് ഇട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർ നിന്ന് പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കൊണ്ടുവരാനായിട്ട് അവർക്കൊരു പ്ലാനിങ് ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ ഉള്ള പോലെ പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് തവണ നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തൂടെ, ഏതെങ്കിലും രീതിയിൽ ഒന്ന് കോൺടാക്ട് ചെയ്തൂടെ എന്നുള്ളത്. കാര്യം ഈ ഒരു സിറ്റുവേഷനും തേർഡ് പാർട്ടിയുടെ നിർബന്ധ ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒരു മെസ്സേജെങ്കിലും ഇട്ടൂടെ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ കൂടുതലും ചിലപ്പോൾ ഒരു ബ്ലോക്ക്ഡ് സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ തമ്മിലുള്ള സോഷ്യൽ മീഡിയ കോൺടാക്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ത്രൂ ഉള്ള കോൺടാക്ട്സോ എല്ലാം ചിലപ്പോൾ കട്ട് ചെയ്ത് വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും. എന്നിട്ടും അവരിത് ഒന്നും ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടും നിങ്ങളെ അവർക്ക് മിസ് ചെയ്തിട്ടും അവർ ഇതിനകത്തേക്ക് ഇപ്പോൾ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നത് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം എന്ന ആ ഒരു പേഴ്സണ് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് അവരുടേതാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഇത് കാരണമായിരിക്കാം അവർക്ക് കുറച്ച് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഗോസിപ്പ് കാരണം അവരുടെ ഒരു ഫെയിം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് സ്വന്തമാക്കണം, അല്ലെങ്കിൽ എല്ലാം അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അങ്ങനെ അവർ ആ ഒരു രീതിയിലേക്ക് മാറാനായിട്ട് അവർക്ക് കഴിഞ്ഞെങ്കിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു എക്സിസ്റ്റൻസ് കാർഡ് പോലെ തന്നെ അവർക്ക് ആ ഒരു നിലനിൽപ്പ് ഉണ്ടാവണം. അവർക്കൊരു നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്തടത്തോളം കാലം അവരെന്തൊക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു പഴയ എനർജിയിലേക്ക് പോകും. അതായത് എത്ര ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും പരാജയപ്പെട്ടു പോകുന്ന തരത്തിലുള്ളൊരു എനർജിയിലേക്ക്. അപ്പോൾ അത് പാടില്ല. ഇനി നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ അത്രയും ഒരു കറേജിയസ് ആയിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രവണത ഈ ഒരു പേഴ്സണുണ്ട്. അപ്പോൾ ഇത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും, ഈവൻ അവരുടെ ഒരു ഫാമിലി തന്നെയാണെന്നുണ്ടെങ്കിലും, അവരോട് ഇവർ കാണിക്കുന്ന ആ ഒരു ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ജെനുവിൻ ആയിട്ടുള്ളതല്ല. കാരണം നിവർത്തികേട് കൊണ്ട് ചില സമയത്ത് മനുഷ്യർക്ക് മാറേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ കൂടി നമുക്ക് ചില സാഹചര്യത്തിൽ നിന്ന് പോകേണ്ടതായിട്ട് വരുന്നു എന്ന് പറയില്ല. ആ ഒരു തരത്തിലാണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ അവർ നിസ്സഹായരായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ദുരവസ്ഥ ഓർത്ത് വിഷമിച്ചിരിക്കുക എന്നുള്ളൊരു രീതിയിലല്ല, കുറച്ചും കൂടി ഒരു കറേജിയസ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഇത്രയധികം ഒരു സംഭവങ്ങളൊക്കെ അവരുടെ ചുറ്റും ഉണ്ടായിട്ടും, അതായത് ചിലപ്പോൾ നമ്മൾ എല്ലാവരും തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്, എല്ലാവരും കൂടി നമ്മൾ ഒറ്റപ്പെടുത്തി കളയുക, അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥ, ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പോലും ഷെയർ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ സൊസൈറ്റിയുടെ ആയിരിക്കാം, കുടുംബക്കാരുടെ ആയിരിക്കാം, ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം, എല്ലാവരുടെയും കൂടിയുള്ളൊരു കളിയാക്കലോ പരിഹാസമോ ഗോസിപ്പിംഗ്, ഇതെല്ലാം നമ്മളെ മാക്സിമം സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ചിലവരെയാണെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ഇല്ലാണ്ടാക്കി കളയുന്ന തരത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അതിജീവിച്ചിട്ടും അവരിപ്പോഴും പിടിച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ കൊണ്ടും അവരെല്ലാം അവസാനിപ്പിച്ചിട്ട് എൻ്റെ വിധി ഇതാണ്, ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല. അതിന് വേണ്ടിയിട്ട് വീണ്ടും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ഒരവസരം വരും എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം അവരുടെ കൈപ്പിടിയിലാക്കണം എന്ന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ഒരു പേഴ്സണെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ റെസണേറ്റ് ആവുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, അത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ പാർട്ട്ണർ നമ്മളെ ഓർക്കുക, വീണ്ടും നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം സ്നേഹം അവർക്ക് നമ്മളോടുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ ഒക്കെ നിങ്ങളെ പിരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അവരത്രയും ജെനുവിൻലി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞത്, ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സിറ്റുവേഷൻ അവസാനിച്ചിട്ട്, അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരും, ഒരു പുതിയൊരു ബിഗിനിങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അത്രയും ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അവർ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം,
കുറച്ചും കൂടി അവർ ആ ഒരു സ്പിരിച്വൽ വേയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഡാം ഷുവർ ആയിരിക്കും അത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ അല്ലയോ എന്നുള്ളത്. ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തി അത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിരുന്നൊരു പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയാം. അപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ പേഴ്സണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളത് കേൾക്കുന്നതെങ്കിൽ 100% പറയാം അത് നിങ്ങളുടെ എനർജി അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അല്ല. ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് അത്രയും ജെനുവിനായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുപോലെയുള്ള പേഴ്സൺ ആണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുക. നമുക്കിവിടെ ഒരിക്കലും ഈ ഒരു പേഴ്സണെ ഒരു എന്താ പറയുക, ചീറ്റ് ചെയ്തൊരു വ്യക്തിയെന്നോ അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയെന്നോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം സാഹചര്യത്തിൻ്റെയോ വ്യക്തികളുടെ അത്രയും അധികം പ്രഷർ ഉണ്ടായിട്ട് പോലും ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു പേഴ്സൺ അൾട്ടിമേറ്റ്ലി വേണ്ടത് നിങ്ങളെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു പേഴ്സണാണ്. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് എത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പേഷ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് ലെവലിലേക്ക് പോകുന്നത് പോലും ഫൈനലി അവർക്ക് വേണ്ടത് ആ ഒരു ലവ് ആണ്. അൾട്ടിമേറ്റ്ലി അവർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് തന്നെ അവർക്ക് എത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ഡിസയർ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും നിങ്ങളുടെ ഒരു സാഹചര്യം ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു പേഴ്സൺ ആ ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു കോൺടാക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല, എത്രയും പവർഫുള്ളായിട്ട് അവർക്ക് എത്താമോ അത്രയും ആ ഒരു സ്ട്രെങ്ത്തിൽ തന്നെയായിരിക്കും ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് വയനാടാണ്. നമ്പർ 20, ജൂൺ മന്ത്, ലെറ്റർ H, ലെറ്റർ L, ട്രിവാൻഡ്രം, ഫെബ്രുവരി മന്ത്, കാർത്തിക നക്ഷത്രം, ലെറ്റർ N, Capricorn zodiac sign, number 29, May month, number 14, number 11, letter G, letter M, number 10, number 21, number 5, Attam Nakshatram, Leo zodiac sign, letter S, letter U, Magam Nakshatram, number 7, and finally letter B. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു പേഴ്സണെയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു റീഡിങ്ങിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോൺടാക്റ്റിലില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പിരിഞ്ഞ് കഴിയുന്നു എന്നുള്ളൊരു ദുഃഖം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. എന്നല്ലാതെ അവരുടെ ഒരു സൈഡ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹവും ആത്മാർത്ഥതയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.